സംസ്ഥാന വഖഫ് ബോർഡ് രൂപീകരണം ചോദ്യം ചെയ്തുള്ള 4 ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഹർജികളിൽ വഖഫ് ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ നിലപാട് അറിയിച്ചേക്കും. വഖഫ് ബോർഡിൽ അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിച്ച ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയെന്ന കാര്യം സർക്കാരും വഖഫ് ബോർഡും ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കും. സിനോജ് തോമസ് ആണ് നമുക്കൊപ്പം ഉള്ളത്. സിനോജ്, അപ്പോൾ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും, പല തീരുമാനങ്ങളും, കോടതി നടപടികളും നിയമ നടപടികളും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് പരസ്പരം പോരടിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നിർണായകമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലേ സിനോജ്? തീർച്ചയായും ഷിഹാസ്, അതായത് വഖഫ് ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇടപെടൽ വലിയ പ്രസക്തിയുള്ളതാണ്. എന്താണ് കോടതി നിലപാട് സ്വീകരിക്കുന്നതും ശ്രദ്ധേയമാണ്. കാരണം 4 ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അതായത് വഖഫ് ബോർഡിൽ അമുസ്ലിമിനെ നിയമിക്കണമെന്നാണ് പ്രധാന ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നിലപാടിൽ വലിയ വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഈ ഹർജി വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്ന വേളയിൽ ഇന്നലെ സുപ്രീം കോടതിയിൽ ഈ വഖഫ് ബോർഡ് ഉമർ ഫൈസി മുക്കൊക്കെ തന്നെ ഹർജി നൽകിയിരുന്നു. അത് പരിഗണിച്ച വേളയിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഭാഗികമായി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. അതായത് വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ആരോപിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ നിയന്ത്രണം വഖഫ് ബോർഡിൽ കൊണ്ടുവന്നിരുന്നു. ഇനി അഡ്മിനിസ്ട്രേറ്റർ വേണ്ട എന്നാണ് സുപ്രീം കോടതി അറിയിച്ചത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ വഖഫ് ബോർഡ് പ്രവർത്തിക്കട്ടെ, നയപരമായോ സാമ്പത്തികപരമായോ തീരുമാനങ്ങളൊന്നും തന്നെ ബോർഡ് എടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അത് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അഡ്മിനിസ്ട്രേറ്ററുടെ നിയന്ത്രണം വഖഫ് ബോർഡിൽ ഉണ്ടാവില്ല, പകരം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ഇതിനിടയിൽ ഇന്നലെ കോഴിക്കോട് വഖഫ് ബോർഡിന്റെ യോഗം ചേർന്നിരുന്നു. അത് ചട്ടലംഘനമാണെന്ന വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ നയപരമായ തീരുമാനം, ജുഡീഷ്യൽപരമായ തീരുമാനങ്ങളൊന്നും തന്നെ ഇന്നലെ കോഴിക്കോട് ചേർന്ന വഖഫ് ബോർഡ് യോഗത്തിൽ എടുത്തിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ചിലപ്പോൾ ഈ യോഗം കൂടി വരാനുള്ള സാധ്യതയുണ്ട്. കോടതിയിലിരിക്കുന്ന വിഷയത്തിൽ എന്തിന് യോഗം ചേർന്ന ചോദ്യമൊക്കെ തന്നെ ഇന്നലെ തന്നെ ഉയരുകയും ചെയ്തിരുന്നു. ഏതായാലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എതിർ കക്ഷികളുടെ മറുപടി വേഗത്തിൽ കേട്ട് വാദം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത് അമുസ്ലിമിനെ നിയമിക്കുന്ന വിഷയം മാത്രമല്ല, വഖഫ് ബോർഡിൽ യോഗ്യരല്ലാത്തവരുമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ ഒരു ക്ലാരിറ്റി കൂടി ഇന്ന് സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ വരാനുള്ള സാധ്യത കൂടിയുണ്ട് ഷിഹാസ്. ശരി സിനോജ്.